നമസ്കാരം. കേന്ദ്ര സർക്കാർ പെട്രോൾ ഡീസൽ എക്സൈസ് തീരുവ 2 രൂപ വർദ്ധിച്ചപ്പോൾ തന്നെ നരേന്ദ്രമോദി സർക്കാരിനെതിരെ CPM സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഹാൻഡിലുകളിലും വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. അതായത് മോദി സർക്കാർ വില വർദ്ധിപ്പിച്ച് ജനങ്ങളെ കൊല്ലുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കമ്മികളും കൊങ്ങികളും രംഗത്തെത്തിയത്. 2 രൂപ വില വർദ്ധിച്ചു എന്ന പ്രചാരണം അവർ നടത്തുകയും ചെയ്തു. സ്വാഭാവികമായിട്ട് കാള പെറ്റുവെന്ന് കേൾക്കുമ്പോൾ കയറും എടുത്തുകൊണ്ട് ഓടുന്ന പ്രതിപക്ഷ നേതാക്കളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു ഉത്തരവ് അവർക്ക് കനത്ത തിരിച്ചടിയായി. കാരണം എന്താണ് ഉത്തരവെന്ന് പോലും വായിക്കാതെയാണ് അവർ പ്രചാരണവുമായി ഇറങ്ങിയത്. അത് കേന്ദ്ര സർക്കാരിനെതിരെ. അതായത് വില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ പറഞ്ഞത് എക്സൈസ് തീരുവ 2 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ഒരിക്കലും സാധാരണക്കാരെ ബാധിക്കില്ല എന്നാണ് പെട്രോളിയം മന്ത്രാലയം തന്നെ വ്യക്തമാക്കിയത്. ഇന്ന് പെട്രോളിയം മന്ത്രാലയത്തിന്റെ ട്വിറ്ററിൽ പോസ്റ്റ്, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഉൾപ്പെടെയുണ്ട്. ഔദ്യോഗികമായ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. പെട്രോൾ ബങ്കിൽ നിന്നും പഴയ തുകയ്ക്ക് തന്നെയാണ് പെട്രോളും ഡീസലും ലഭിക്കുക. അതായത് സാധാരണഗതിയിൽ ജനങ്ങൾ എത്ര രൂപയ്ക്കാണോ പെട്രോൾ അടിക്കുന്നത് ആ രൂപയ്ക്ക് തന്നെയാകും പെട്രോൾ പമ്പുകളിൽ നിന്നും പെട്രോൾ ലഭിക്കുക. അതിൽ നിന്നും 1 രൂപയുടെ വർധനവ് പോലും ഉണ്ടാകില്ല എന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ വില വർധന ബാധിക്കുക പൊതുമേഖലാ പെട്രോളിയം കമ്പനികളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, BPCL, HPCL എന്നീ കമ്പനികളുടെ ലാഭത്തെ മാത്രമാണ്. ഈ തുക പകരം കേന്ദ്ര സർക്കാരിനാണ് ലഭിക്കുക. ഏതെങ്കിലും ഉപകാരപ്രദമായ കാര്യങ്ങൾ, അത് ജനങ്ങൾക്കുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന് ഉപകാരം ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു പദ്ധതിക്ക് ആ പണം ചെലവാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. പെട്രോളിയം കമ്പനികളിൽ നിന്നും ലഭിക്കുന്ന തുകകൾ രാജ്യത്തിന്റെ പുരോഗതിക്കും അതോടൊപ്പം രാജ്യത്തിന്റെ വികസനത്തിനും വേണ്ടി ചെലവഴിക്കുമെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട്. മോദിയുടെ ധനതത്വശാസ്ത്രം സാധാരണക്കാരെ കൊള്ളയടിക്കാതെ എങ്ങനെ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കും എന്നതാണ് അവർ നോക്കുന്നത്. ആ സിദ്ധാന്തം തന്നെയാണ് പെട്രോൾ ഡീസൽ എക്സൈസ് തീരുവ 2 രൂപ വർദ്ധിപ്പിച്ചതിലും പ്രതിഫലിക്കുന്നത്. സാധാരണക്കാരുടെ പോക്കറ്റിൽ കൈയിടാതെ തന്നെ സർക്കാരിന്റെ വരുമാനം കൂട്ടാനുള്ള ഒരു പൊടിക്കൈ ഇപ്പോഴും അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കാതെ നിലകൊള്ളുകയാണ്. ഇനി അത് വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ മാത്രമേ കേന്ദ്ര സർക്കാർ വില വർദ്ധിക്കൂ. മെയ് 2022 ഏറ്റവും ഒടുവിൽ പെട്രോളിന്റെ ഡീസലിന്റെ വില വർദ്ധിപ്പിച്ചത്. മോദിയുടെ ഓരോ ധനകാര്യ മാനേജ്മെന്റ് രീതികളും വലിയ രീതിയിൽ രാജ്യത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് വലിയ രീതിയിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ഒരു കാരണമാകുന്നുണ്ട്. മുൻ റിസർവ് ബാങ്ക് ഗവർണർ രഘുറാം രാജനടക്കം മോദിയുടെ ധനതന്ത്രത്തിൽ, അതായത് മോദി രാജ്യത്തിന്റെ സമ്പദ്ഘടനയിൽ വരുത്തിയ മാറ്റങ്ങളിൽ മോദിയെ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.